മെക്കാനിക്കൽ ബ്രാഞ്ചുകളിൽ ഡിപ്ലോമ ബിടെക് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSC ഇന്നലെ 4ഓളം തസ്തികകളുടെ എക്സാം കൺഫർമേഷൻ ഡേറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11th May ആണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. ഇനിയും നമുക്കിതിൻ്റെ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള പോർട്ട് സർവീസിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ നമുക്കറിയാം എപ്പം നോട്ടിഫിക്കേഷൻ വന്നാലും അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ആണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേരള പോർട്ട് സർവീസിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അവിടെ മെൻഷൻ ചെയ്തിരുന്നത് ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 9822. അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. 9822 പേരാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി എക്സാം ഡേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് July 15 ഇനിയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അതേപോലെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2. അപ്പം അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും ഇൻസ്പെക്ടേഴ്സ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2ൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബിടെക് മെക്കാനിക്കലാണ്. ഈ രണ്ട് എക്സാമുകളും ഈ രണ്ട് തസ്തികൾക്കും നിങ്ങൾക്ക് ഒറ്റ എക്സാമാണ്. ഓക്കെ, ഈ രണ്ട് തസ്തികൾക്കും അപ്ലൈ ചെയ്തവർക്ക് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 22 ജൂലൈയിലാണ്. ഇവിടെ നല്ലൊരു അവസരമായി കാണുക. രണ്ട് പോസ്റ്റിനേക്കും കൂടെ ഏകദേശം അപ്ലൈ ചെയ്തിരിക്കുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇറിഗേഷൻ 10,193, അതേപോലെ ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഗ്രേഡ് 2 പോസ്റ്റിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് 5,979. അപ്പോൾ രണ്ട് പോസ്റ്റിലേക്കും കൂടെ ഏകദേശം അപ്ലൈ ചെയ്തിരിക്കുന്നത് 16,000 ആൾക്കാരാണ്. അത്യാവശ്യം രണ്ട് പോസ്റ്റിലും നല്ല ഗ്ലാമർ പോസ്റ്റാണ്. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളിലേക്ക് ഒറ്റ എക്സാമാണ്. നിങ്ങൾ മിക്ക ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റ് ഒരേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എന്താണ് നല്ലൊരു അവസരമായിട്ട് കാണുക. ഇനിയും ഈ 3 തസ്തികളുടെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷൻ ആൻഡ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ സിലബസാണ്. ലാസ്റ്റ് ടൈമും PSC ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരേ ടൈമിലായിരുന്നു വിളിച്ചിരുന്നത്, ഒരേ ടൈമിൽ ഇതിൻ്റെ എക്സാം നടത്തി. അപ്പോൾ സെയിം സിലബസ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് 8 മോഡ്യൂളുകളാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, തെർമോഡൈനാമിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീൻസ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്, തെർമൽ എഞ്ചിനീയറിംഗ്, തിയറി ഓഫ് മെഷീൻസ്, പ്രൊഡക്ഷൻ ടെക്നോളജി, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവലിൽ വരുന്ന മെക്കാനിക്കൽ ബിടെക് ക്വാളിഫിക്കേഷൻ വരുന്ന മിക്ക എക്സാമുകളുടെയും സെയിം സിലബസാണ് കേരള PSC ഫോളോ ചെയ്യുന്നത്. എല്ലാം കോർ സബ്ജക്ട്സ് ആണ്. വേറെ ഇൻ്റർഡിസിപ്ലിനറി പേപ്പേഴ്സ് ഒന്നും പഠിക്കേണ്ടതായിട്ടില്ല. ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ സബ്ജക്ട്സ് മാത്രം പഠിച്ചാൽ മതിയാവും. ഏകദേശം എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ വെയിറ്റേജ് ആണ്. ഗേറ്റൊക്കെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് തസ്തികൾക്ക് ഒരൊറ്റ എക്സാമാണ്. രണ്ടിനും കൂടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് 16,000 പേരാണ്. നല്ല ഗ്ലാമർ പോസ്റ്റാണ്. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട്. കാര്യമായിട്ടിരുന്ന് പഠിക്കുക. ഇനിയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കേരള പോർട്ട് സർവീസിൽ ആദ്യമായിട്ടാണ് ഈ ഒരു തസ്തികയിലേക്ക് PSC എക്സാം നടത്തുന്നത്. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ 3 പോസ്റ്റുകളിലേക്കും ഒരു സിലബസ് ആയിരിക്കും എന്നാണ്. പക്ഷേ എന്താണ് നമ്മുടെ കണക്കുകളിൽ തെറ്റാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ ഡിപ്ലോമ ലെവലിലാണ് ഇതിൻ്റെ സിലബസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 തസ്തികകളുടെ എക്സാമിന് തയ്യാറെടുത്തവർക്ക് സിലബസ് അറിയാം. അതേ സിലബസ് തന്നെയാണ് കേരള PSC ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഹൈഡ്രോളിക് മെഷീൻസ്, തെർമോഡൈനാമിക്സ്, തെർമൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് മെറ്റീരിയൽസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, മാനുഫാക്ചറിംഗ് പ്രോസസ്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ, IC എഞ്ചിൻസ്, ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് റെഫ്രിജറേഷൻ. ഇപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം തയ്യാറെടുത്തവർക്കെല്ലാം ഈ എക്സാം ഒരു വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം അവർ നേരത്തെ തന്നെ പഠിച്ചൊരു സിലബസാണ്. ഇനിയും ഡിപ്ലോമ ലെവലിലാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. ഇനിയും ഈ 3 തസ്തികകൾക്കും കൂടെ അപ്ലൈ ചെയ്ത ബിടെക് ഹോൾഡേഴ്സിന് ഇതൊരു നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങൾക്ക് വൺ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് 2-3 എക്സാംസ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു ഡിപ്ലോമ ലെവലാണ്. സബ്ജക്ട്സ് ഒന്നും നമ്മൾ ഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടില്ല. ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇറിഗേഷനിൽ നിന്നും നമ്മൾ സിലബസ് നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് മെഷീൻ ഡിസൈൻ ഒക്കെയാണ് നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടത്. ബാക്കി അവിടെയും ഫ്ലൂയിഡ് മെക്കാനിക്സും ഹൈഡ്രോളിക് മെഷീൻസും നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും ഹീറ്റ് ട്രാൻസ്ഫർ റെഫ്രിജറേഷനും എല്ലാം അവിടെ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമായിട്ട് കാണുക.
ഈ 3 തസ്തികകൾക്കും വേണ്ടി ഏണസ്റ്റ് അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനിയും ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം, ഇപ്പം മെക്കാനിക്കൽ ഇറിഗേഷൻ, അതേപോലെ ബോയിലർ ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ഈ തസ്തികൾക്ക് നമുക്കിനിയും ഒരു 80 ദിവസങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് എത്ര ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കണം, സിലബസിലെ സബ്ജക്റ്റുകൾ ഏത് ഓർഡറിൽ പഠിക്കണം, എത്രത്തോളം ഡെപ്തിലാണ് ഓരോ ഏരിയാസിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, PSCയുടെ പുതിയ പാറ്റേൺ എന്താണ്, എത്ര സമയം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെച്ചാൽ മതിയാവും, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, മോഡൽ എക്സാംസ് എത്രത്തോളം നിങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ലൈവ് വെബിനാറാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഇപ്പോൾ വെബിനാർ ഫ്രീ ആണ്. നിങ്ങൾക്ക് വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ട സമയത്ത് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെബിനാറിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയും ഇതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ 75 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രീ വെബിനാർ നടത്തുന്നത്. ആ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, രണ്ടും സെപ്പറേറ്റ് സിലബസ് ആയതുകൊണ്ട് 2 സെപ്പറേറ്റ് കോഴ്സസ് ആയിട്ടാണ് നമ്മൾ നടത്തുന്നത്. ആ സെപ്പറേറ്റ് കോഴ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. നിങ്ങൾക്കറിയാം, കേരള PSCയിൽ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ ITI ക്വാളിഫിക്കേഷൻ മുതൽ ഡിപ്ലോമ, BTech, MTech ക്വാളിഫിക്കേഷൻ വരുന്ന എല്ലാ എക്സാമുകളുടെയും കോച്ചിങ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നപ്പോൾ വലിയൊരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. റാങ്ക് ലിസ്റ്റിലെ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. കാരണം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമി അവരുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി ചൂസ് ചെയ്യും. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന നമ്മുടെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സിനെയും കൂട്ടായിട്ടുള്ള ശ്രമമാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ടോപ്പ് റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികളാണ്. ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റിന് നമുക്ക് 1st, 2nd, 5th റാങ്ക് നേടാൻ സാധിച്ചു. ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ ഈ റിസൾട്ടുകളൊക്കെ വന്നിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. 1st, 2nd, 4th റാങ്ക് നേടാൻ സാധിച്ചു. ട്രേഡ്സ്മാൻ ടർണിങ്ങിന് അതേപോലെ നമുക്ക് നേടാൻ സാധിച്ചു. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ 2nd റാങ്ക്, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിളിൽ ടോപ്പ് റാങ്കുകൾ, അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി റിസൾട്ട് വന്നപ്പോൾ 1st റാങ്ക് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റുകളിലെല്ലാം തന്നെ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനിയും നിങ്ങളുടെ ഊഴമാണ്. കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കൂടെ പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലി നേടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ജോബ് അപ്ഡേറ്റ്സ് നമ്മളിവിടെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ PSCയുടെ നോട്ടിഫിക്കേഷൻസും അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും പിന്നെ ഈ ടോപ്പ് റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുടെ സക്സസ് സ്റ്റോറീസൊക്കെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് വേണ്ടി ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.